തെരഞ്ഞെടുപ്പാണ് ഡിസംബർ 9, 11 തീയതികളിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള പ്രക്രിയയാണ്. ജനാധിപത്യം അർത്ഥവത്താകണമെങ്കിൽ, ജനാധിപത്യത്തിൻ്റെ എല്ലാവിധ അർത്ഥങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അധികാരം അടിത്തട്ടിലേക്ക് എത്തണമെന്നാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ മഹാമനീഷികൾ പറഞ്ഞിട്ടുള്ളത്. 950 രൂപീകൃതമായിട്ടുള്ള ഭരണഘടന, ആ ഭരണഘടനാ ശില്പികൾ ഇന്ത്യ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടൊരു യൂണിയൻ ഗവൺമെൻറ്റിനെയും സംസ്ഥാനം ഭരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകളെയും അതിൻ്റെ താഴോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൽ വിശദമായിട്ട് പ്രതിപാദിച്ചു. അങ്ങനെ 3 തട്ടുകളിലുള്ള ഭരണം നടന്നുകൊണ്ട് അധികാരത്തിനെ മുകൾ തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് വികേന്ദ്രീകരിച്ചു കൊണ്ടുപോയി ഈ രാജ്യത്തിലുള്ള ഓരോ മനുഷ്യനും അധികാരത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബോധം പ്രായോഗിക തലത്തിൽ അവൻ അനുഭവപ്പെടുന്ന തരത്തിൽ പ്രാവർത്തികമാക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത് ഏറ്റവും അധികം സമ്പുഷ്ടമാകുന്നത് എന്നാണ് ഭരണഘടനാ ശില്പികളും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മനോഹാരിത, അതിൻ്റെ ഭംഗി ആവിഷ്കരിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് 1993 മുതൽക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട നിയമം ഭരണഘടനയുടെ 73, 74 അനുച്ഛേദങ്ങൾക്കനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയും നഗരങ്ങളുടെയും അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു കൊണ്ടുകൊടുക്കുന്ന നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടതോടുകൂടി പഞ്ചായത്തുകളിലേക്കുള്ള അധികാരങ്ങൾ ഇറങ്ങി വന്നു. ആ പഞ്ചായത്ത് സഭകൾക്ക് കൈകാര്യം ചെയ്യാവുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ചത് പറഞ്ഞു. കൃഷി, ജലസേചനം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ആരോഗ്യം, ഇതെല്ലാം അങ്ങനെ നിരവധി 29 വിഷയങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിൽ ഭരണഘടന പരികൽപ്പിച്ചു കൊടുത്തത്. ആ 29 വിഷയങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഷയങ്ങളാണ്. ഇന്ത്യ ഗവൺമെൻറ് ഈ രാഷ്ട്രത്തിൻ്റെ വൈദേശിക രംഗവും രാജ്യരക്ഷാ സംവിധാനവും ഒക്കെ നോക്കുന്നത് പോലെ ആ ബാക്കിയെല്ലാതും വ്യത്യസ്ത മേഖലകളിലേക്ക് വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടും, അതുപോലെ രാജ്യത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾ താഴെത്തട്ടിലേക്ക് അധികാരം എത്തിക്കുന്നതിന് വേണ്ടി കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജനാരോഗ്യം തുടങ്ങിയിട്ടുള്ള 29 മേഖലകളിലേക്ക് അധികാരത്തിനെ വികേന്ദ്രീകരിച്ചു. ഇത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കണമെന്നായിരുന്നു അന്ന് ഉദ്ഘോഷിക്കപ്പെട്ടത്. പക്ഷെ കേരളം ഒഴികെയുള്ള ഒറ്റ സംസ്ഥാനത്തിലും ഈ ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിന് താഴോട്ടേക്ക് അധികാരത്തിനെ വികേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർ അംബേദ്കർ ഭരണഘടന അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്. അധികാരം ഒരാളിൽ നിക്ഷിപ്തമാകുമ്പോൾ, അത് കുറെ കൂടി ഏകാധിപത്യപരമായി നിക്ഷിപ്തമാകുമ്പോൾ അധികാരം എപ്പോഴും അഴിമതിക്ക് വിധേയമാകുമെന്ന് ലോകത്തിലെ ചരിത്രകാരന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ട് മുതൽ ലോകപ്രശസ്ത ബ്രിട്ടീഷ് ചരിത്രകാരനായ ലോർഡ് ആക്ടൺ പറഞ്ഞിട്ടുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അധികാരം അഴിമതിക്ക് വിധേയമാണ്. പരമമായ അധികാരം പരമമായ അഴിമതിയെ വിളിച്ചു വരുത്തും എന്ന് ലോക ചരിത്രകാരന്മാർ 1400 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഇതൊക്കെ ദീർഘദർശിത്വത്തോടുകൂടി കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കോ ഇന്ത്യയിലെ മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾക്കോ മാത്രം അധികാരം നിക്ഷിപ്തമാകേണ്ട ആ അധികാരത്തിനെ താഴോട്ടിറക്കിക്കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഓരോ മനുഷ്യനും അധികാരത്തിൻ്റെ പ്രതിരൂപങ്ങളാകണമെന്നുള്ള
ഏറ്റവും വിശാലമായ വീക്ഷണത്തോടു കൂടിയിട്ടാണ് ഭരണഘടനാ ശില്പികൾ ഭരണഘടനയെ വിഭാവനം ചെയ്തതും സൃഷ്ടിച്ചതും. അങ്ങനെ 29 വിഷയങ്ങൾ പഞ്ചായത്തി രാജിലൂടെ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 അനുച്ഛേദങ്ങളിലൂടെ അത് താഴേക്കിറങ്ങി വന്നപ്പോൾ അത് കേരളത്തിലാണ് ഏറ്റവും അധികം പ്രാപ്തമായ രീതിയിൽ, കഴിവുള്ള രീതിയിൽ നടപ്പിലാക്കപ്പെട്ടത് എന്ന് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെ പറയാൻ തുടങ്ങിയിട്ട് ദശകങ്ങളായി. വേറൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലോ നഗരപാലിക അധികാരങ്ങളെ കേന്ദ്രീകരിക്കുന്ന മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ ഒന്നുമില്ല. ഇവിടെ സൂചിപ്പിച്ച ഗ്രാമസഭകൾ, ആ ഗ്രാമസഭകളോട് ചർച്ച ചെയ്തുകൊണ്ടാണ്, ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് ഓരോ വാർഡിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എന്ത് നടത്തണമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് ഈ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. ആ ഒരു നിയമമാണ് കേരളത്തിൽ 957 മുതൽ നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ഗവൺമെന്റുകൾ തയ്യാറായിട്ടുള്ളത്. 957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിസഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. അവർക്കറിയാത്ത വിഷയങ്ങളൊന്നുമില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്. അപാരമായ വൈജ്ഞാനിക സ്രോതസ്സിന്റെ ഉടമകളായിരുന്നു അവരെല്ലാം. കേരളത്തിന്റെ പ്ലാനിങ്ങുകളെക്കുറിച്ച്, കേരളത്തിന്റെ സാമ്പത്തിക വരുമാനങ്ങളെക്കുറിച്ച്, സമ്പത്ത് എങ്ങനെ വികേന്ദ്രീകരിക്കണമെന്നുള്ളതിനെക്കുറിച്ച്, കേരളത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യപരമായ മേഖലകളിൽ ഉണ്ടാക്കേണ്ട മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ ക്രാന്തദർശിത്വമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായതുകൊണ്ട് തന്നെ അവരെടുത്ത ആദ്യത്തെ നടപടിയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇന്നേ വരെ നടപ്പിലാക്കപ്പെടാത്ത ഭൂപരിഷ്കരണ നിയമം. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ടതോടുകൂടിയാണ് കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മതിലുകളെ ചവിട്ടിയെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ മനുഷ്യന്മാർക്ക് ഭൂമി കിട്ടുമെന്നുള്ളൊരവസരം, ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു. ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. ഇന്നിപ്പോ 2025 ഒരു ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചുറ്റുപാടുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും മാറിപ്പോയി. അന്ന് കൊടികുത്തി വാന്ന ഭൂജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്തത്തിനെതിരായി കർശന നിലപാടെടുത്തുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചിട്ടുള്ള വലിയ വലിയ ഭൂജന്മിമാരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് ഈ നിയമം കടന്നു ചെന്നുകൊണ്ട് ഗവൺമെന്റ് ഭൂമിയില്ലാത്ത ഒരുപാട് ജനതയ്ക്ക് ഈ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഭൂമി ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതന്ന് തുടങ്ങി 57 തുടങ്ങി അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രക്രിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ അന്ന് മുതൽ ഇന്നേ വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ നടപ്പിലാക്കിയെന്ന് വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട നാളുകളാണ് തെരഞ്ഞെടുപ്പ് നാളുകൾ. ഇവിടെ സ്ഥാനാർത്ഥികളായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള 24 പേരും ഓരോ വാർഡുകളിലും പുറപ്പെടുമ്പോൾ, ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കണം. ഈ പ്രദേശത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം സംസാരിച്ചേ പറ്റൂ. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, ഇതൊരു വികസനത്തിന്റെ പോരാട്ടമാണ്, ഒരു പ്രാദേശികമായിട്ടുള്ള ജനമുന്നേറ്റത്തിന്റെ പോരാട്ടമാണ്. ഈ മൂന്നും കൂടി സമന്വയിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കയ്യിലാൻ വരിക. ഇടതുപക്ഷ കക്ഷികൾക്ക് പ്രാമുഖ്യം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ഗവൺമെന്റിനേക്കാൾ പ്രാധാന്യം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താ? അതിൽ ഒന്നാമത്തെ ഘടകമാണ് ജനാധിപത്യ സംവിധാനത്തിൽ അധികാര വികേന്ദ്രീകരണം. ആ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരമെത്തുമ്പോൾ വികസന പ്രക്രിയകൾ നടക്കണം. ആ വികസനത്തിൽ മുൻപന്തിയിൽ ആരാ വേണ്ടത്? മനുഷ്യൻ വേണം.
കാറൽ മാർക്സ് തൻ്റെ ലോകപ്രശസ്തമായിട്ടുള്ള മൂലധനം എന്നുള്ള ഗ്രന്ഥം എഴുതിയപ്പോൾ ആ ഗ്രന്ഥത്തിൽ അടിവരയിട്ടുകൊണ്ട് വികസനത്തെക്കുറിച്ച് പല അധ്യായങ്ങളിലും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, വികസനം മനുഷ്യന് വേണ്ടിയിട്ടാകണം, അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടാകരുത്. അതാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം. വികസനം എപ്പോഴും മനുഷ്യന് ഉപകാരപ്രദമാകണം. എന്താണ് വികസനം? സാമൂഹിക വികസനം വേണം, സാമ്പത്തിക വികസനം വേണം, പാരിസ്ഥിതിക വികസനം വേണം, അവന്റെ ജീവിതത്തിന്റെ ഭദ്രത കിട്ടുന്ന ഭൗതിക ചുറ്റുപാടുകളിലെ വികസനം വേണം. ഈ 4 മാർഗങ്ങളിലൂടെയാണ് വികസനം സഞ്ചരിക്കേണ്ടത്. അതാണ് 57 ഗവൺമെന്റ് മുതൽക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും കൊടികുത്തി വാഴുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും അധികം സാമൂഹിക സാമ്പത്തിക അസമത്വമുള്ള ഏറ്റവും വലിയ 5 രാജ്യങ്ങളെടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. ഓരോ ദിവസം കഴിയും തോറും സാമൂഹിക അസമത്വം കൂടുന്നു, സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം 1 കൊല്ലം മുമ്പ് നടത്തിയപ്പോൾ 5000 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്തിയത്. നമ്മൾക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യ രാജ്യത്ത് മുകേഷ് അംബാനിയുടെ മകന്റെ. എന്നാൽ അതേ രാജ്യത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിൽ ലോകപ്രശസ്ത സാമ്പത്തിക വിശാരദന്മാരായിട്ടുള്ള അമർത്യ സെൻ, തോമസ് പിക്കറ്റി, ജോസഫ് ഷൂൾസ് തുടങ്ങിയിട്ടുള്ള നോബൽ പ്രൈസ് ജേതാക്കളുടെ കണക്കനുസരിച്ച് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞിട്ടും 32% ഇന്ത്യക്കാർക്കും 2 നേരത്തെ ഭക്ഷണമില്ലാത്ത രാഷ്ട്രമാണ് ഇന്ത്യ. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധന്മാർ എഴുതിയ പുസ്തകങ്ങളിലാണ് ഇതെല്ലാം പറയുന്നത്. അവിടെയാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന സാമൂഹിക സാമത്വം എന്നുള്ള മുദ്രാവാക്യത്തിന്റെ പ്രസക്തി. കോൺഗ്രസോ BJPയോ മറ്റുള്ള പാർട്ടികളോ ഒന്നും സാമൂഹിക സമത്വത്തെക്കുറിച്ചോ സാമ്പത്തിക സമത്വത്തെക്കുറിച്ചും പറയുകയില്ല. ഗാന്ധി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ഡിറ്റ് നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചു. നെഹ്റുവിയൻ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും കേരളത്തിലാണ് ഏറ്റവും അധികം സാമൂഹിക സമത്വവും സാമ്പത്തിക സമത്വവുമുള്ള ഒരു പ്രദേശമായിട്ട് പരിണമിച്ചതുമെന്ന് ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. അതാണ് നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ അതിനെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലകളാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി ഒക്കെ അമേരിക്കയിൽ. ഡോക്ടർ അംബേദ്കർ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഇവിടെ തിരൂരിൽ നിന്നും ഇവിടെ നിന്നും പൊന്നാനിയിൽ നിന്നൊക്കെ കുട്ടികൾ ഇപ്പൊ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകാം. ആ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡിലുമൊക്കെ ഇക്കണോമിക്സിൽ പഠിപ്പിക്കുന്ന ഒരു പ്രബന്ധമുണ്ട് കഴിഞ്ഞൊരു 10-12 കൊല്ലമായി. വേൾഡ്, ഇന്ത്യ ആൻഡ് കേരള. ലോകം, ഇന്ത്യയും കേരളവും ഒരു പ്രബന്ധം പഠിപ്പിക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അമർത്യ സെന്നിന്റെ ശിഷ്യൻ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, നോബൽ പ്രൈസ് ജേതാവ്, കേരളത്തിനെ പ്രകീർത്തിക്കുന്ന നിരവധി പ്രബന്ധങ്ങൾ എഴുതി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്മാരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തിൽ ഈ വികസനം ഉണ്ടാകുന്നു, എങ്ങനെ കേരളത്തിന്റെ വികസനത്തിന്റെ മാനദണ്ഡം മനുഷ്യനായിട്ട് പരിണമിക്കപ്പെടുന്നു എന്ന് പണ്ഡിതോചിതമായ ലേഖനങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഈ വലിയ പണ്ഡിത ശിരോമണികൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതൊക്കെ കണ്ടും പഠിച്ചും കൊണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ജനാധിപത്യ സമ്പ്രദായത്തിന് അധികാര വികേന്ദ്രീകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അധികാരം ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ അത് സ്വേച്ഛാധിപത്യമാകും. തർക്കമൊന്നുമില്ല, ഏകാധിപത്യമാകും. അങ്ങനെ ലോകത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാസിസ്റ്റുകളുടെ ഒരു പ്രത്യേകത അതാണ്.
അവരെ കടുത്ത ഏകാധിപതികളാണ്, സ്വേച്ഛാധിപതികളാണ്, വർഗീയവാദികളാണ്. പക്ഷെ പുറമേക്ക് അവർ പറയും ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ നാട് ഭരിക്കുന്നവരാണ്. ഉദാഹരണം നരേന്ദ്രമോദി ജനാധിപത്യ പ്രക്രിയ ഉപയോഗിച്ചാണ് നാട് ഭരിക്കുന്നത്. പാർലമെന്റിനെയും നിയമസഭയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും എല്ലാവിധ തീരുമാനങ്ങളും കടുത്ത സ്വേച്ഛാധിപത്യ പ്രവണതകളിലൂടെ, വർഗീയതയുടെ വിഷം കുത്തിവെച്ചുകൊണ്ട്, ഏകാധിപത്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ വിഭാഗീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ മുന്നിലുണ്ട്. അതല്ല ജനാധിപത്യം. കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം എന്താ? ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം എന്താ? അധികാരം താഴോട്ടേക്ക് പോകണം. ഈ പഞ്ചായത്തിലെ ഒരു ക്യൂ നിന്ന് കഴിഞ്ഞാൽ ആ ക്യൂവിന്റെ അവസാനത്ത് നിൽക്കുന്ന ആൾക്കും ഒരു തോന്നലുണ്ടാകണം, ഞാനും ഈ അധികാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്, ആശയ ദൃഢതയുടെ പ്രതീകമാണ്, ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതീകമാണ്, ലക്ഷ്യബോധത്തിന്റെ പ്രതീകമാണ്. ആശയദൃഢതയും നിശ്ചയദാർഢ്യവും ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും ഒരു മനുഷ്യനിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവൻ നേതാവുക. അങ്ങനെയുള്ള ഒരു നേതാവ് നയിക്കുന്ന ഒരു മന്ത്രിസഭ, അങ്ങനെയുള്ള കുറെ സഖാക്കൾ അംഗങ്ങളായിട്ടുള്ള മന്ത്രിസഭ ജനങ്ങളുടെ ക്ഷേമത്തിന് ലാക്കാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് അധികാര വികേന്ദ്രീകരണം. നമ്മുടെ ഈ നാട്ടുകാരനായിട്ടുള്ള ബഹുമാന്യനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം മുതിർന്നിട്ടുള്ള സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ പുഷ്കലകാലം ഇന്ന കാണുന്നത് പോലെ ആരംഭിച്ചത്. ഈ പറഞ്ഞ ഭരണഘടനയുടെ 73, 74 അനുച്ഛേദങ്ങളുടെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അധികാര വികേന്ദ്രീകരണം കൊടുത്തു. പഞ്ചായത്ത് സഭകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷനുകൾക്ക് അവരുടെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വികസനം, വാർഡുകളിലെ വികസനം, എന്തെല്ലാം വികസനം വേണമെന്ന് ജനങ്ങളോട് ചോദിച്ചിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്ന സമ്പ്രദായം. മഹാത്മാഗാന്ധിയോടൊരു കുട്ടി ചെന്ന് ചോദിക്കും, ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചപ്പോ ഗാന്ധിജി ആ കുട്ടിയോട് പറയുന്ന ഒരു രംഗമുണ്ട്. മോൾ ഓട്ടപ്പന്തയം കണ്ടിട്ടൊന്നോ ചോദിക്കും. കണ്ടു എന്ന് പറയും. എന്താ കണ്ടത്? ഒരാൾ ജയിച്ചു ഓടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധി പറയും, മറ്റൊരാള് തോൽക്കാനുള്ളത് കൊണ്ടാ വേറൊരാൾ ജയിച്ചത്, അതാണ് ജനാധിപത്യം. ഇടതുപക്ഷത്തിന് അത് കൃത്യമായിട്ടറിയാം. ഇവിടെ തോൽക്കുന്ന ജനതയുണ്ടാകരുത്. എവിടെ തോൽക്കുന്നത്? ജീവിതത്തിൽ തോൽക്കുന്ന ജനതയുണ്ടാകരുത്. അതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കണം, രാഷ്ട്രീയ സാഹചര്യം ഒരുക്കണം, സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അന്ന് തുടങ്ങിയ ഭൂപരിഷ്കരണ പ്രക്രിയയുടെ പരിണാമ പ്രക്രിയയുടെ പ്രവാഹം കേരളത്തിൽ പിന്നീടുള്ള പല ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കപ്പെട്ടപ്പോൾ 1960കളിൽ MN ഭവന നിർമ്മാണ പദ്ധതി, പിന്നീട് EMS ഭവന നിർമ്മാണ പദ്ധതി, പിന്നീട് ഇപ്പൊ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് എത്തിപ്പെട്ട സമയത്ത് ഈ കഴിഞ്ഞ 3-3.5 വർഷത്തിനുള്ളിൽ 4.5 ലക്ഷം മനുഷ്യർക്കാണ് വീട് കൊടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞത് എന്നുള്ളത് ഒരു അവിസ്മരണീയമായ നേട്ടമാണ്. ഇവിടെ പെട്രോളിനും ഡീസലിനും 26-36 തവണ വില കൂട്ടിയിട്ട് ആ വില കൂട്ടിയ പൈസ മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില കൂട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഗുജറാത്തിലുമെല്ലാം എത്ര ശൗചാലയം ഉണ്ടാക്കി കൊടുത്തു. ഈ സാമ്പത്തിക വിശാരദന്മാരുടെ ലേഖനം പരിശോധിച്ചാൽ അറിയാം. ഇപ്പോഴും കർണാടക മുതൽ ഡൽഹി വരെ സഞ്ചരിച്ചാൽ റെയിൽ പാളത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പ്രഭാത സൂര്യൻ പൊട്ടിവിടരുന്നതിന് മുൻപ് ഈ പ്രഭാത കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും ഇന്ത്യയുടെ പല മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇന്നത്തെ ഇന്ത്യ. ബുള്ളറ്റ് ട്രെയിൻ പ്രധാനമന്ത്രി ഓടിച്ചോട്ടെ, സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കിക്കോട്ടെ,
ചന്ദ്രനിലേക്കും ശൂന്യാകാശത്തിലേക്കും ആൾക്കാർ പോകട്ടെ, അതൊക്കെ നല്ല കാര്യം, അതിനെയൊന്നും ഇടതുപക്ഷം എതിർക്കുന്നില്ല. പക്ഷേ രാഷ്ട്രത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സമത്വബോധവും സുരക്ഷിതത്വവും നിലനിൽക്കണമെങ്കിൽ അധികാരം എല്ലാവർക്കും വേണം. അംബാനിക്കും അഡാനിക്കും മാത്രം പോരാ. അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അംബാനിക്കും അല്ലെങ്കിൽ അഡാനിക്കും വലിയ പ്രാമുഖ്യമില്ല, ഇവിടെ ജനങ്ങൾക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, സഖാവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പറഞ്ഞു, ഈ നാട്ടിലെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾ വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമാകണം. ഈ ലോകത്ത് മുന്നേറണമെങ്കിൽ മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനം മാത്രം പോരാ, വിജ്ഞാനം വേണം. ഇന്നത്തെ ലോകം അതിബൃഹത്തായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അറിവുകൾ ഓരോ നിമിഷവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള വൈജ്ഞാനിക കണ്ടുപിടുത്തങ്ങൾ ലോകത്തില് ഓരോ മണിക്കൂറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പറഞ്ഞു, ഈ സാമ്പത്തിക സാമൂഹിക ഘടന ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മാറണം, ഒരു വൈജ്ഞാനിക സാമ്പത്തിക ഘടനയായിട്ട് കേരളത്തിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടുമാണ് അദ്ദേഹം അത് പറഞ്ഞത്. കൂടുതൽ വിജ്ഞാനം സമ്പാദിക്കൂ, കൂടുതൽ നിങ്ങളുടെ വൈദഗ്ധ്യങ്ങളെ നൈപുണ്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരൂ, സർഗാത്മകമായ പ്രക്രിയയിൽ ഏർപ്പെടൂ. നിങ്ങൾക്ക് ഉള്ള ജോലിയെ ചെയ്യാനുള്ള നൈപുണ്യം, സ്കിൽ ഡെവലപ്മെന്റ്, അതുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ഇക്കോണമി ആയിട്ട് അത് കേരളത്തിൽ അവതരിപ്പിച്ച ധനമന്ത്രിയുടെ പേരാണ് ഇക്കണോമിസ്റ്റായ തോമസ് ഐസക്. നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ലോകത്തിൽ നടക്കുന്ന വിജ്ഞാനങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, ഇതൊന്നും അറിയാതെ എന്ത് ജീവിച്ചിട്ടെന്ത് കാര്യം? ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു STD കോൾ പോലും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇന്നിവിടെ ഇരുന്ന് അമേരിക്കയിലേക്കും ടോക്കിയോയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ നമുക്ക് വിളിക്കാം, വീഡിയോ കാണാം. എല്ലാ വിവരങ്ങളും ഇന്ന് വിരൽത്തുമ്പിലാണ്. അങ്ങനെ വിരൽത്തുമ്പിലാണ് എല്ലാ വിവരങ്ങളും ഉള്ള ലോകത്തിൽ തന്നെ പല വിജ്ഞാനങ്ങളും പലരിലേക്കും എത്താതെ പോകുന്ന ഒരു കാലഘട്ടത്തില് ഉണ്ട് ഗ്രാമീണ പ്രദേശങ്ങളിൽ. ഇന്ത്യയിൽ 141 കോടി ജനങ്ങളിൽ ഇപ്പോഴും ഫേസ്ബുക്ക് ഉടമസ്ഥൻ മാർക്ക് സുക്കൻബർഗിന്റെ കണക്ക് പ്രകാരം 80 കോടി ജനങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളൂ. ബാക്കി 61 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. ഇന്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വെറും 62 കോടി ജനങ്ങളാണെന്ന് സുക്കൻബർഗ് പറയുന്നു. അപ്പൊ 80 കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇന്റർനെറ്റ് സൗകര്യമില്ല. കേരളത്തിലോ? കേരളത്തിൽ 85% പേർക്ക് ഇന്റർനെറ്റ് സൗകര്യമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ളത് തെരഞ്ഞെടുത്ത് നിങ്ങളുടെ സർഗാത്മക ജീവിതത്തിന് വഴി തുറക്കണം. അതിന് ഗവൺമെന്റ് ഒരു ഇക്കോണമിക്കൽ സോഷ്യൽ കണ്ടീഷൻസ് ഒരുക്കും, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കും. അതിലൂടെ നിങ്ങളുടെ സർഗാത്മക കഴിവിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പുതിയ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം. തോമസ് ഐസക് അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രമേയത്തിൽ വലിയ പ്രബന്ധമാണത്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം കൃത്യമായിട്ട്, തോമസ് ഐസക് മാത്രമല്ല പല ലോകത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരോട് കൂടിയാലോചിച്ചുകൊണ്ടാണ് ഈ പ്രബന്ധം 2021 ആദ്യ കാലഘട്ടത്തിലും അതിന്റെ മുൻപേ ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത യുവാക്കൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടേതായിട്ടുള്ള ഡിഗ്രികൾക്കനുസരിച്ചുള്ള തൊഴിലുകൾ കേരളത്തിൽ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നു തൊഴിലെടുക്കാൻ. ഇവിടെ വരുന്നത് അതിഥി തൊഴിലാളികളാണ് പല തൊഴിലുകളും എടുക്കാൻ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 35 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്ന കേരളത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന് പഠിച്ച ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയെടുക്കുന്ന മലയാളി കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള തൊഴിലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഉണ്ടാക്കുന്ന ഓരോ സംവിധാനത്തിന്റെ പേരാണ് വൈജ്ഞാനിക സമൂഹം. അത് നടപ്പിലാക്കപ്പെടണമെങ്കിൽ
ഈ സാമ്പത്തിക വിദഗ്ധന്മാര് തന്നെ പറയുന്നുണ്ട്, തോമസ് ഐസക്കും പറയുന്നുണ്ട്, ചുരുങ്ങിയത് ഇനിയും ഒരു 5-8 കൊല്ലം കൂടി എടുക്കും. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എത്ര ദീർഘദർശിത്വത്തോടു കൂടിയിട്ടാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച്, ഒരു സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാര് കാണുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടത് എന്താ? സമാധാനം, സന്തോഷം, ആരോഗ്യം, വിദ്യാഭ്യാസം. ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്താ വേണം? സുരക്ഷിതത്വം വേണം, സ്വാതന്ത്ര്യബോധം വേണം, ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇത് കേരളത്തിലല്ലാതെ എവിടെയുള്ളത്? ഇന്ത്യയിൽ. എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല എങ്കിൽ എന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടും. ഞാനൊരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ പോലെയായിരിക്കും. അജിത് കൊള്ളാടിക്കോ ശിവദാസനോ കർണാടകയിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ പുറത്തു വരില്ല. കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് എഴുതാനും വർത്തമാനം പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നത് എന്താ? സർഗാത്മകത, സ്വാതന്ത്ര്യബോധം, രാഷ്ട്രീയമായ അവകാശം, ജനാധിപത്യത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഭംഗിയെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. അത് ഇവിടെ നടപ്പിലാക്കുന്നത് ഈ 57 മുതൽ ഇന്നേ വരെ കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാൽവെപ്പുകളിലൂടെയല്ലേ അത് ഈ കേരളത്തിൽ സ്വായത്തമാക്കപ്പെട്ടത്. എന്താ നമ്മൾ ചിന്തിക്കണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ? അതൊക്കെ മനുഷ്യന് ഏറ്റവും ആവശ്യം സ്വാതന്ത്ര്യമല്ലേ? 10 കോടി രൂപ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നനങ്ങാൻ പാടില്ല, 4 ദിവസം ആ മുറിയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ആ പൈസ സ്വീകരിക്കാൻ പോകുന്നില്ല. 1 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ കിടക്കില്ല ഒരു മനുഷ്യൻ. കിടന്നവരുണ്ടായിരുന്നു കേട്ടോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. മഹാത്മാഗാന്ധി 11 കൊല്ലമാ ജയിലിൽ കിടന്ന്, ജവഹർലാൽ നെഹ്റു കിടന്നു 9 കൊല്ലത്തോളം. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും കിടന്നു 8 കൊല്ലം, 9 കൊല്ലം, 10 കൊല്ലം. ഒളിവിൽ കഴിഞ്ഞു ഭൂരിഭാഗം നേതാക്കന്മാരും. നഖം പിഴുതെടുത്തു, മൂക്കിലെ രോമം പിടിച്ചു വലിച്ചു, തലമുടികൾ പിടിച്ചു വലിച്ചു, ഈ പിരികത്തിന്റെ രോമം പിടിച്ചു വലിച്ചു. ഞാൻ സഖാക്കളുടെ പേരുകളൊന്നും പറയുന്നില്ല. കൃഷ്ണപിള്ള മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ ഒരു 19 സഖാക്കൾ അനുഭവിച്ച ഭീകരമായ യാതനകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ തലമുറ ജനാധിപത്യ ബോധത്തോടുകൂടി, സാമൂഹിക സമത്വ ബോധത്തോടുകൂടി, രാഷ്ട്രീയത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഭാവനകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ളത് കൊണ്ടാണ് കൃഷ്ണപിള്ളയും EMS-ഉം NE ബാലറാമും K ദാമോദരനും അടക്കമുള്ള പാർട്ടി രൂപീകരിക്കപ്പെട്ട ആ കാലഘട്ടം മുതൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയത്. ആ പൂർവസൂരികളോടുള്ള അവരുടെ ജീവിതത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതാണ് ഇടതുപക്ഷ നയങ്ങൾ. അങ്ങനെയാണ് നയങ്ങളെ നമ്മൾ രൂപീകരിക്കപ്പെടുക. ഇടതുപക്ഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന പക്ഷം. മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ പോയി കെട്ടിപ്പിടിക്കലല്ല. മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വേദനകളിൽ പങ്കുവെക്കുക, അവന്റെ സന്തോഷം പങ്കുവെക്കുക, അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പരമാവധി അവനെ സഹായിക്കാൻ ശ്രമിക്കുക, അവന്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നയങ്ങൾ ആവിഷ്കരിക്കുക. അതാണ് മനുഷ്യനെ ചേർത്ത് പിടിക്കൽ. വലതുപക്ഷം അത് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നോക്കൂ. കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ ഗവൺമെന്റ് സ്കൂളുകൾ മുഴുവൻ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളുള്ള, വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂളുകളായി മാറിയില്ലേ? സ്വിമ്മിംഗ് പൂളുകൾ, ഫുട്ബോൾ കോർട്ടുകൾ, ടെന്നീസ് കോർട്ടുകൾ, വലിയ വലിയ ലൈബ്രറികൾ, വലിയ വലിയ ലാബുകൾ, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി ലാബുകൾ. എത്ര ഗവൺമെന്റ് സ്കൂളുകളിലാണ്? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സില് അന്ന് എക്സ്പെരിമെന്റ് ഒന്നുമില്ല. ടീച്ചർ പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണ്. ഏത് ടെസ്റ്റ് ട്യൂബ്? ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിച്ചോളണം. ഇപ്പൊ അതല്ലല്ലോ. കുട്ടികൾക്ക് എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. പൊതുവിദ്യാലയ മേഖലകളിൽ ഇത്രമാത്രം വിപ്ലവകരമായ മാറ്റം വരാൻ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുമോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാരാ? ഇടതുപക്ഷ രാഷ്ട്രീയം. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേന്മ. ജനങ്ങളെ ചേർത്ത് പിടിക്കുക. അതാണ് കാറൽ മാർക്സ് വിഭാവനം ചെയ്ത മാർക്സിസം. അതാണ് മാർക്സിന്റെ തത്വശാസ്ത്രം.
അതാണ് ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടിയിട്ട് സഖാവ് പിണറായി തീരുമാനിക്കാനുള്ള കാരണം ഈ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉത്കടമായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തത് കൊണ്ടാണ്. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം വികസനം വരാൻ കാരണം. ഇതിനു മുൻപ് ചെയ്യാമായിരുന്നില്ലേ? കോൺഗ്രസ് ഗവൺമെന്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. എത്രയെത്ര ഗവൺമെന്റ് സ്കൂളുകൾ നന്നാക്കാമായിരുന്നു. പല ഗവൺമെന്റ് സ്കൂളുകളും അടച്ചുപൂട്ടലിന്റെ വക്കലെത്തിയില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഗവൺമെന്റ് റിപ്പോർട്ട് വന്നിരുന്നു, ഇന്ത്യ ഗവൺമെന്റിന്റെ. UP-യിൽ 64,000 സ്കൂളുകളാണ് അടച്ചുപൂട്ടപ്പെട്ടിട്ടുള്ളത്. കുട്ടികളില്ലാതെ, പഠിക്കാൻ പോകുന്നില്ല. പഠിക്കാൻ ഇവര് സമ്മതിക്കില്ല. ആര്? വർഗീയവാദികൾ. 2 വർഗീയവാദികളും. ഹിന്ദു വർഗീയവാദിയാണെങ്കിലും ശരി, മുസ്ലിം വർഗീയവാദികളായാലും ശരി, കുട്ടികളോട് അവിടെ പോയിട്ട് പുരോഗമനപരമായ വിഷയങ്ങളൊന്നും പഠിക്കണ്ട, നിങ്ങൾ മതാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ തന്നെ 10,000-കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ, ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നു. എന്നാൽ കേരളത്തിലോ പൊതുവിദ്യാഭ്യാസ രംഗങ്ങളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികളുടെ പ്രവാഹമാണ്. പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നു. പുതിയ പുതിയ തരത്തിലുള്ള വികസന പ്രക്രിയയുടെ ഫലമായിട്ട് ഒരു ഇച്ഛാശക്തിയോടുകൂടി പഠിപ്പിക്കുന്ന ടീച്ചർക്കും പഠിക്കുന്ന കുട്ടികൾക്കും സാമൂഹിക വിദ്യാഭ്യാസ ചിന്താപരമായിട്ടുള്ള സമന്വയത്തിന്റെ അന്തരീക്ഷം സ്കൂളുകളിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടികൾ പഠിക്കുന്നു, ടീച്ചർമാര് പഠിപ്പിക്കുന്നു. ഏകാധിപത്യ പ്രവണതയോടുകൂടിയല്ല ടീച്ചർമാര് പഠിപ്പിക്കുന്നത്. കുട്ടികളെ പങ്കാളികളാക്കി, രക്ഷിതാക്കളെ പങ്കാളികളാക്കി, ടീച്ചർമാരും പങ്കാളികളായി 3 പേരുടെയും പരസ്പര സഹായത്തോടുകൂടി വിദ്യാഭ്യാസ സാംസ്കാരിക ചിന്താപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കി വിദ്യാർത്ഥികളുടെ ഉള്ളിലുള്ള അനന്യമായ കഴിവുകളെ പുറത്തെടുത്തു കൊണ്ടുവരുന്നു. അതല്ലേ വിദ്യാഭ്യാസം? അതാണ് ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം. അതാണ് ഇന്ത്യയിലെ 2ാമത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷകന്മാരിൽ ഒരാളായിട്ടുള്ള തത്വചിന്തകനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരലാണ്. അത് തന്നെയാണ് 1848 കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ ഈ ചിന്തയെക്കുറിച്ച്, വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് പറയുന്നത്. ആ സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ സ്പോർട്സ് രംഗത്ത്, മറ്റുള്ള കായിക രംഗത്തിന്റെ പല മേഖലകളിൽ, ഫുട്ബോളിൽ, ടെന്നീസിൽ, ക്രിക്കറ്റിലൊക്കെ ഉജ്ജ്വല പ്രഭാവമുള്ള കുട്ടികൾ ഉയർന്നു വരുന്നത്. ഇതൊക്കെ നാട് കാണുന്നതല്ലേ? അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഫലമായിട്ടാണ്. അത് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കീഴിൽ വരുന്നു. ഈ കേരളത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളും എടുക്കുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഏതു രാജ്യത്തായാലും ആരോഗ്യമാണ്. ആരോഗ്യമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരോഗ്യം സംരക്ഷിക്കണം. മനുഷ്യന്റെ ആരോഗ്യമില്ലെങ്കിൽ സമൂഹമില്ല. മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ രാജ്യമില്ല. പ്രാഥമിക ബോധമുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ആരോഗ്യത്തിനെ കുറിച്ച് ദീർഘദർശിത്വത്തോടുകൂടി ഈ ഗവൺമെന്റ് മാത്രമല്ല, 57 ഗവൺമെന്റ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണ കാലഘട്ടം മുതൽക്ക് അതിന്റെ ദേശീയ സമിതിയുടെ വിവിധ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ചും ഇന്ത്യൻ സോഷ്യോളജിയെ കുറിച്ചൊക്കെ അന്നത്തെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ള ഘടകങ്ങളിൽ മനുഷ്യ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അന്നേ അവര് പറയുന്നുണ്ട്. അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ആശുപത്രികൾ വേണം, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ വേണം, മരുന്ന് ലഭ്യമാകണം, നല്ല ഡോക്ടർമാര് വേണം, മറ്റുള്ള സ്റ്റാഫുകൾ വേണം. ഇതെല്ലാം ഇല്ലാതെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷേ ആരോഗ്യരംഗത്തായാലും ഏത് രംഗത്തായാലും 100% വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചുവെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ആരോഗ്യരംഗത്ത് കോവിഡ് കാലഘട്ടത്തിലായാലും നിപ്പയുടെ കാലഘട്ടത്തിലായാലും മറ്റുള്ള 3-4 പകർച്ചവ്യാധികൾ കേരളത്തിന് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ അഭിമുഖീകരിച്ചപ്പോൾ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാരാ? PPE കിറ്റുമണിഞ്ഞുകൊണ്ട് കോവിഡ് രോഗികളിലേക്ക് അടുത്തേക്ക് ചെന്നതാരാ? ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ യുവാക്കളും യുവതികളുമാണ്. അതെന്താ നാട് മറക്കുന്നത്?
സ്വന്തം ജീവൻ പണയം ഈ രോഗികൾക്ക് സഹായമരുളിയിട്ട് ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നത്. കോവിഡ് കാലഘട്ടത്തിലും നിപ്പ കാലഘട്ടത്തിലും മനുഷ്യൻ പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് പരിഭ്രാന്തിയോടുകൂടി വീടിന്റെ അകത്ത് അടച്ചിട്ട് 55 ദിവസം ഇരുന്നപ്പോൾ അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നതാരാ? ഈ ഗവൺമെന്റിന്റെ സന്നദ്ധ ഭടന്മാരല്ലേ? ഈ ഗവൺമെന്റിന്റെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരല്ലേ? ഈ ഗവൺമെന്റിന്റെ കുടുംബശ്രീ അംഗങ്ങളല്ലേ? ഈ ഗവൺമെന്റിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിഭാഗങ്ങളല്ലേ? ഈ ഗവൺമെന്റിന്റെ DYFI AYF തുടങ്ങിയിട്ടുള്ള യുവജന സംഘടനകളല്ലേ? ഇതൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ പ്രത്യയശാസ്ത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് മനുഷ്യമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രമാണ് നാട് ഭരിക്കേണ്ടത്, അല്ലാതെ സങ്കുചിതവാദത്തിന്റെ വക്താക്കളുടെ രാഷ്ട്രീയമല്ല. നവംബർ 1 കേരളപ്പിറവി ദിനം തിരുവനന്തപുരം പട്ടണത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർ സമ്മേളിച്ച സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇതാ അതിദാരിദ്ര്യ വിമുക്ത മേഖലയാക്കി മാറ്റുന്നു കേരള സംസ്ഥാനത്തിന്. ചരിത്ര മുഹൂർത്തം, കേരള ചരിത്രത്തിന്റെ സ്വർണലിപികളാൽ എഴുതപ്പെടുന്ന സംഭവം. ആ ചരിത്ര പുസ്തകത്തിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവിടെ അണിനിരന്നപ്പോൾ അത് ബഹിഷ്കരിച്ചവരുടെ പേരാണ് UDF. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുത്തില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യം, സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് പങ്കെടുത്തില്ലെങ്കിൽ പോട്ടെ, ഇത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുള്ള സ്റ്റാറ്റ്യൂട്ടറി പദവി അലങ്കരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിൽ നിന്ന് വിട്ടു ചെയ്തിട്ട് പ്രസ്താവന നടത്തി പത്രങ്ങളോട് ഇത് തട്ടിപ്പാണ്. എന്തൊരു സങ്കുചിത മനസ്സാണത്. വിവേകാനന്ദ സ്വാമി കേരളത്തിൽ വന്നിട്ട് ഇതിൽ കൂടെയൊക്കെ പോയപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴാണ് ചോദിച്ചത്, ഇതേത് ക്ഷേത്രം? ഇത് ഭഗവതി ക്ഷേത്രമാണ്. അവിടുത്തെ പൂജാരി പറഞ്ഞു, ഓ അമ്മയുടെ ക്ഷേത്രമാണ്, എനിക്കൊന്ന് കയറണം, കാരണം അമ്മയുടെ നാട്ടിൽ നിന്നാ വരുന്നത്. ബംഗാളിലെ ദുർഗാദേവി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭഗവതി ഇല്ല. അപ്പൊ ദുർഗയുടെ നാട്ടിൽ നിന്ന് വന്ന വിവേകാനന്ദൻ എനിക്ക് ഈ ക്ഷേത്രത്തിൽ ഒന്ന് കയറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത ചോദ്യം പൂജാരിയുടെ, എന്താ ജാതി എന്ന. വിവേകാനന്ദൻ പറഞ്ഞു, എന്തിനപ്പോ ജാതി അറിയണം അമ്മയെ കാണാൻ? ജാതി അറിഞ്ഞാലേ കേട്ടുള്ളൂ. അപ്പോൾ ആ വിവേകാനന്ദൻ പറഞ്ഞത്, ഇത് ഭ്രാന്താലയമാണ് കേരളമെന്ന്. അപ്പോൾ ഒരു കഥയും പറഞ്ഞു, കൂപമണ്ടൂക ബുദ്ധികളാകരുത്, കിണറ്റിലെ തവളയുടെ ബുദ്ധിയാകരുത് മനുഷ്യ. ആ ബുദ്ധിയാ UDF. കിണറ്റിലെ തവളയുടെ ബുദ്ധി. ചെറിയൊരു വട്ടത്തിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കുക. ലോകത്തിനെ കാണാനുള്ള മനസ്സില്ല, വിശാലമായി മനുഷ്യനെ നോക്കാനുള്ള മനസ്സില്ല. താൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ ഗവൺമെന്റ് ഏതുമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതും നയിക്കുന്ന ഗവൺമെന്റ് ആകട്ടെ, ആ ഗവൺമെന്റ് സുപ്രസിദ്ധമായ ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വലതുവശത്ത് ഇരിക്കേണ്ടത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? പ്രോട്ടോകോൾ അനുസരിച്ച്. അത് ചെയ്യാതെ UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ വിമർശിച്ചു, ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. പിണറായി വിജയൻ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ പ്രഖ്യാപിച്ചതാണോ 64,000 ചില്ലുവാനം പേരെ അതിദാരിദ്ര്യ വിമുക്തരാക്കിയെന്ന്? ആണോ? അല്ലല്ലോ. 957 ഞാൻ പറഞ്ഞു, ഭൂപരിഷ്കരണ നിയമം ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കുക, ആരോഗ്യരംഗത്ത് സമ്പുഷ്ടമാക്കുക എന്നത്തെ ആരോഗ്യമന്ത്രി ഡോക്ടർ AR മേനോൻ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ള പല ആരോഗ്യ പ്രോജക്റ്റുകളും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന ലോകപ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷകനായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പലതും പ്രത്യേക രൂപത്തിൽ ഇപ്പൊ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവും UDF-ന്റെ ഘടകകക്ഷികളും ആ സമ്മേളനം ബഹിഷ്കരിച്ച് ഇത് ഇടതുപക്ഷം നടത്തുന്ന തട്ടിപ്പാണെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 5 കൊല്ലമായി 2021 രണ്ടാമത്തെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് കൂടിയിട്ടുള്ള ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ അറിയാം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്തു. 2025 നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്കും കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാകണമെന്ന്.
5 കൊല്ലത്തിന് മുൻപേ പറഞ്ഞു മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും. എന്റെ UDF അത് ഓർക്കുന്നില്ലേ? 5 അന്ന് മുതൽ പണിയാരംഭിച്ചു. കേരളത്തിലെ IAS ഓഫീസർമാർ, കേരളത്തിലെ തഹസിൽദാരന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റനേകം സന്നദ്ധ സംഘടനകളിലെയൊക്കെ സംയുക്തമായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി മൈക്രോ പ്ലാനിംഗ് പദ്ധതിയിലൂടെ സൂക്ഷ്മമായിട്ട് ഓരോ മേഖലയിലേക്കും കടന്നു ചെന്ന് ഓരോ മനുഷ്യനുമായി അഭിമുഖം നടത്തിക്കൊണ്ട് മലയോര പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിൽ, കടൽ തീരങ്ങളിൽ ഒക്കെ താമസിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങി 4.5 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് വന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ 1 ലക്ഷം 1.25 ലക്ഷം പേരുടെ ലിസ്റ്റ് കൊടുത്തു. അതിദാരിദ്ര്യ വിമുക്ത ജനതയാണെന്ന്. വീണ്ടും ക്യാബിനറ്റ് കൂടി, വീണ്ടും ചർച്ച ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ ചർച്ച ചെയ്തു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും വിവിധ വകുപ്പിന്റെ സെക്രട്ടറിമാരും എക്സ്പേർട്സും എല്ലാം ഇരുന്ന് വീണ്ടും ചർച്ച ചെയ്തു. അതിൽ നിന്ന് വീണ്ടും ഈ മനുഷ്യന്മാരെ അഭിമുഖീകരിക്കാൻ പ്രത്യേക സ്ക്വാഡുകൾ ഉണ്ടാക്കി. പിന്നീട് 74,000 പേരുടെ ലിസ്റ്റ് കൊടുത്തു. വീണ്ടും ചേർന്നു. ആരായി കൊടുക്കുന്നത്? പഞ്ചായത്ത് സഭകൾ, മുനിസിപ്പാലിറ്റികൾ, അവരുടെ ജനപ്രതിനിധികൾ, അവരുടേതായിട്ടുള്ള പ്ലാനിംഗ് സിസ്റ്റംസ്. പഞ്ചായത്ത് സഭകളും മുനിസിപ്പാലിറ്റികളും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും UDF ഭരിക്കുന്ന പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളുടെയും എല്ലാവിധ സസൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം അവസാനം ആ സെൻട്രൽ കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം 64,000 ചില്ലുവാനം പേരുടെ അവസാന ലിസ്റ്റ് വന്നപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കിയെന്ന് എന്താണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയാതിരിക്കുന്നത്? കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. 5 കൊല്ലത്തിന്റെ പ്രയത്നമാണിത്, കഠിനാധ്വാനമാണിത്. വിയർപ്പൊഴുക്കിക്കൊണ്ട് മലയോരങ്ങളിൽ, ആദിവാസി കുടിലുകളിൽ, ദളിത് മേഖലകളിൽ, അട്ടപ്പാടിയിൽ, വയനാടിൽ, അങ്ങനെയുള്ള പല മേഖലകളിൽ, കടലോര പ്രദേശങ്ങളിൽ, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഈ കുടുംബശ്രീ വർക്കർമാരും മറ്റുള്ള ഏജൻസികളുമെല്ലാം സഞ്ചരിച്ചുണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റിനെ പുച്ഛിച്ച് നിങ്ങൾ അവഗണിക്കുന്നു. ഇത് മനുഷ്യന്റെ അധ്വാനമാണ് കോൺഗ്രസ്സുകാര്, ഇത് മനുഷ്യന്റെ അധ്വാനമാണ് UDFകാര്. ഇനിയും അതിദാരിദ്ര്യ മേഖലയിൽ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും പിടിച്ചുയർത്തും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇത് ദാരിദ്ര്യ വിമുക്തമാക്കിയതല്ല കേരളത്തിനെ, അതിദാരിദ്ര്യ വിമുക്തമാക്കിയതാ. ദാരിദ്ര്യ വിമുക്തമാക്കണമെങ്കിൽ ഇനിയും കൊല്ലങ്ങൾ എടുക്കും. അതിദാരിദ്ര്യ വിമുക്തമാക്കിയിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ. മനുഷ്യന് അത്യാവശ്യം വേണ്ട ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ശൗചാലയം, ഇതൊന്നുമില്ലാത്ത കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നുമില്ലാത്തവരെയാണ് അതിദാരിദ്ര്യത്തിന്റെ ഈ മാനദണ്ഡങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. അതൊരു ചരിത്ര മുഹൂർത്തല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക പത്രങ്ങൾ, ഇന്ത്യയിലെ TV-കൾ, ഇന്ത്യയിലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളൊന്നും ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്നവരല്ല. നിങ്ങൾക്കറിയാം, കേരളത്തില് ഒരൊറ്റ TV ചാനലും ഇടതുപക്ഷത്തിനെ ശാശ്വതമായിട്ട് അനുകൂലിക്കുകയില്ല. ഈ കൈരളി TV ഒഴികെ ദേശാഭിമാനിയും ജനയുഗവും ഒഴികെയുള്ള പത്രങ്ങളൊന്നും ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുകയില്ല പല കാരണങ്ങൾ കൊണ്ടും. എന്നാൽ ഈ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടത്തി അത് സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക ഇംഗ്ലീഷ് പത്രങ്ങൾ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, 3 പത്രങ്ങൾ നവംബർ 2-ാം തീയതി മുഖപ്രസംഗം എഴുതി. വായിക്കണം. ഇന്ത്യൻ ചരിത്രത്തിലെ അസുലഭ മുഹൂർത്തം, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട മുഹൂർത്തം. ഇത് കണ്ണ് തുറന്ന് കാണണം മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രങ്ങളല്ല, നാക്കാശിഖാന്തം കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്ന പത്രങ്ങളാണ്. നല്ലത് ചെയ്താൽ നമുക്ക് അഭിനന്ദിച്ചുകൂടെ? ഒരു മനുഷ്യൻ നല്ലത് ചെയ്താൽ അടുത്തിരിക്കുന്ന മനുഷ്യൻ അഭിനന്ദിക്കുകയല്ലേ മനുഷ്യനാണെങ്കിലുള്ള ഉത്തരവാദിത്വം? ഇതെല്ലാറ്റിലും ദോഷം കാണുക. ആ ദോഷം കാണുന്ന കണ്ണുകൊണ്ട് നടന്നാൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള പൂർണ്ണചന്ദ്രനെ കണ്ടാലും അത് മോശമെന്ന് പറയും. അതാണ് UDFന്റെ സ്വഭാവം. എന്ത് കണ്ടാലും ദോഷം പറയുക. അങ്ങനെ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. മനുഷ്യ സ്നേഹമാണ് അടിത്തറ, മാനവികതയാണ് അടിത്തറ.
മനുഷ്യനെ പരസ്പരം അനുമോദിക്കലാണ് രാഷ്ട്രീയം. മനുഷ്യൻ അഭിനന്ദിക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം. രോഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, ആവശ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, സ്നേഹവാത്സ്യങ്ങൾ പകർന്നു കൊടുക്കുക, അതൊക്കെയല്ലേ രാഷ്ട്രീയം. അല്ലാതെ എല്ലാറ്റിനും ദോഷം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു രാഷ്ട്രം കൂപ്പുകുത്തുകയില്ലേ താഴോട്ട്? അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാരെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് ഈ മലപ്പുറം ജില്ലക്കാരിയായ പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള അനൂപമ ഫേസ്ബുക്ക് ഇട്ടു. തൃശ്ശൂർ കളക്ടറായിരുന്നു അവർ കുറച്ചു കാലം. അവര് പറഞ്ഞു, ഈ വാചകം തന്നെ 4.5 കൊല്ലമായി ഞങ്ങൾ ഒഴുക്കിയ വിയർപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ 64,000 പേരെ കണ്ടുപിടിച്ചത്. ഞാൻ ആ പ്രോജക്റ്റിന്റെ ഹെഡായിരുന്നു എന്ന് അവരെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വായിച്ചില്ലേ? ഇതൊന്നും എന്താ UDF കാണാത്ത? സത്യമായി കാണണ്ടേ? വസ്തുനിഷ്ഠമായി പരിശോധിക്കണ്ടേ? ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. മനുഷ്യനെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരിക, ജീവിത സൗകര്യങ്ങൾ ഉയർത്തിക്കൊടുക്കുക, അവന് മനുഷ്യനാണ് എന്നുള്ള ബോധമുണ്ടാക്കുക. ഉത്തരേന്ത്യയിൽ UP-യിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ പോയാൽ ദളിതനും ആദിവാസിയൊന്നും മനുഷ്യനല്ല, അവര് നാൽക്കാലി മൃഗങ്ങളാണ്. അവിടെ ബ്രാഹ്മണരും ക്ഷത്രിയരും മാത്രമേ മനുഷ്യരുള്ളൂ. അതിൻ്റെ താഴെയുള്ള ആരും തന്നെ മനുഷ്യരല്ല. ഇവിടുത്തെ കേരളത്തിൽ നമ്മൾ നായര്, ഈഴവരെന്നൊക്കെ പറയുന്ന ആൾക്കാരും അവിടെയുണ്ട്, അവരുടെ പ്രത്യേക ജാതി മേഖലകളിൽ. ഠാക്കൂർമാർ, റെഡ്ഡിമാർ, പട്ടേലന്മാർ എന്നൊക്കെ പറയുന്നവർ അതൊന്നും മനുഷ്യനല്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആകെ മനുഷ്യൻ ബ്രാഹ്മണരും ക്ഷത്രിയരും മാത്രമാണ്. എന്നാൽ ഇടതുപക്ഷമോ ദരിദ്രനായിട്ടുള്ള പാവപ്പെട്ട ദളിതനെയും ആദിവാസിയെയും പിന്നോക്ക വിഭാഗക്കാരനെയും മത്സ്യത്തൊഴിലാളിയെയും എല്ലാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് രാഷ്ട്രീയം. സാമൂഹിക പെൻഷൻ അതിനു വേണ്ടിയിട്ടല്ലേ? മനുഷ്യനാണെന്നുള്ള ബോധമുണ്ടാക്കി കൊടുക്കുന്ന സർഗാത്മക പ്രക്രിയയുടെ പേരാണ് പെൻഷൻ. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇപ്പൊ 2000 ആക്കി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2500 അടുത്ത ഗവൺമെന്റ് വരുമ്പോ 5000 ഒക്കെ ആയി മാറ്റപ്പെടുമെന്നുള്ളതിന് തർക്കമില്ല. കാരണം അതിന് നിശ്ചയദാർഢ്യം മതി, മനുഷ്യ സ്നേഹം മതി, ആശയ ദൃഢത മതി. നമ്മള് ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി, മൺമറഞ്ഞു പോയ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന 10-18 മാസത്തിന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊണ്ട് ഇന്ന് 2000 രൂപയിലേക്ക് അത് എത്തിച്ചുവെങ്കിൽ എന്തൊരു ഭഗീരഥമായ പ്രയത്നമാണ് ഇടതുപക്ഷം നടത്തിയത്. ഇവിടെ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ 10,200 പേർക്ക് ജീവൻ നഷ്ടപ്പോൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, കുഞ്ഞുങ്ങളടക്കം മരിച്ചുപോയപ്പോൾ ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ആശുപത്രിയിൽ ചെന്ന് രോഗികളുടെ അടുത്ത് സാന്ത്വനപ്പെടുത്തി ഒരു കുട്ടിയെ കൊണ്ട് താടി പിടിപ്പിച്ചു എന്നല്ലാതെ ആ മനുഷ്യൻ നയിക്കുന്ന ഭരണകൂടം കേരളത്തിന് ഒരു പൈസ പോലും ഇന്നേ വരെ കൊടുത്തിട്ടില്ല. എന്നിട്ട് കേരളം തകർന്നു വീണോ? കേരളം തകർന്നു വീഴാത്തത് എന്തുകൊണ്ട്? പ്രളയ കാലഘട്ടം, വയനാട് ദുരന്ത കാലഘട്ടത്തിലും നിപ്പ കാലഘട്ടത്തിലും തളർന്ന് വീഴാതിരുന്നത് എന്തുകൊണ്ട്? ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് അജയ്യമായ ശക്തിയാണ്, മനുഷ്യൻ എന്നുള്ള മഹാശക്തി എന്ന് ഇടതുപക്ഷ നേതാക്കന്മാർക്കറിയാം. ആ മനുഷ്യനാണ് ഇടതുപക്ഷം പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ അഡാനിക്കും അംബാനിക്കുമല്ല. ആ രാഷ്ട്രീയമാണ് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രകടിപ്പിക്കുവരേണ്ടത്. ഒരു പൈസ പോലും വയനാട് ദുരന്തത്തിന് കിട്ടാതെ ഇപ്പൊ വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ പുതിയ റോഡുകൾ ഉണ്ടാക്കിയ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി. ആ ദുരന്തമുണ്ടായപ്പോൾ മന്ത്രി രാജനും മന്ത്രി റിയാസും 10-40 ദിവസം അവിടെ താമസിപ്പിച്ചു. അവിടെ നനങ്ങാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ മന്ത്രിമാരവിടെ താമസിച്ച് ഓരോ വീടാന്തരം കയറി ഇറങ്ങി. ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും 2-3 തവണ അവിടെ കൂടിയിട്ട് എല്ലാവിധ മേഖലകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ദുരിതത്തിന്റെ താഴക്കിടങ്ങളിൽ എത്തി നിൽക്കുന്ന, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ആശ്വാസം നൽകി, സാന്ത്വനം നൽകി. മനുഷ്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡമെന്ന് കാറൽ മാർക്സ് 1848 മാനിഫെസ്റ്റോയിൽ എഴുതിയ വാചകം അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. മനുഷ്യ, നീയാണ് ഏറ്റവും വലിയ മാനദണ്ഡം. മനുഷ്യനേക്കാൾ സുന്ദരമായൊരു പ്രതിഭാസം ലോകത്തിലില്ല എന്ന് ഇടതുപക്ഷം അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴതാ ഉദ്ഘാടനത്തിന് തയ്യാറാകുന്നു. ഇവിടെ ചില കോൺഗ്രസ് സംഘടനകൾ വീട് വെക്കാൻ പോയിട്ട് കാശ് വിരിച്ചിട്ട് എവിടെ പോയി? വീട് എവിടെ പോയി?
UDF-ന്റെ മറ്റു പല ഘടകകക്ഷികളും ഇതിനു വേണ്ടി എത്രയെത്ര ധനസമാഹരണം നടത്തി. ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? രാഷ്ട്രീയത്തിൽ സംശുദ്ധത വേണം, രാഷ്ട്രീയത്തിൽ സുതാര്യത വേണം, രാഷ്ട്രീയത്തിൽ പരസ്പരമായ ധാരണ വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. ഓരോ മേഖലയിലും ഇടതുപക്ഷം പറഞ്ഞത്, മുഖ്യമന്ത്രി അതാണ് നവംബർ 1-ാം തീയതി പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അങ്ങനെ പറയാവുന്ന കാര്യങ്ങൾ ചിന്തിച്ച് പറയുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. അത് പ്രാവർത്തികമാക്കുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. അതാണ് സഖാവ് കാണിച്ചു തരുന്നത്, ഈ മന്ത്രിസഭയും കാണിച്ചു തരുന്നത്. മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രത്യയശാസ്ത്രം. കഴിഞ്ഞ 4.5 കൊല്ലത്തിനുള്ളിൽ 4.5 ലക്ഷം ജനങ്ങൾക്ക് പുതിയ റേഷൻ കാർഡുകൾ കൊടുത്തു. രോഗികളായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ, അംഗവൈകല്യം ബാധിച്ചവരുണ്ടെങ്കിൽ, അവർക്ക് റേഷൻ കടകളിൽ വരാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യമാണുണ്ടെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഇതെന്തിനാ നമ്മൾ വിസ്മരിക്കേണ്ടത്? കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 4.25 ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. പട്ടയം മിഷൻ നടപ്പിലാക്കി. ഇടുക്കിയിലും വയനാട്ടിലും പാലക്കാടിലുമൊക്കെ ആദിവാസി ദളിത് മേഖലയിലടക്കം പട്ടയ വിതരണം നടത്തി. ഇതൊക്കെ കേരളത്തിൽ റിപ്പോർട്ട് കാർഡിൽ അച്ചടിച്ചു വരുന്നതല്ലേ? മാതൃഭൂമി, മനോരമ ഒഴികെയുള്ള ചില പത്രങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിക്കുന്നതല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് പശുവിനെ വളർത്തുന്നവർക്ക്, മറ്റുള്ള വീടുകളിൽ വളർത്താവുന്ന മൃഗങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുന്ന, അവരുടെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന്മാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തു. ഇതൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ. 66,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് നടപ്പിലായെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവല്ല പറയുന്നത്. ഈ ഇന്ത്യയുടെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ അഖിലേന്ത്യാ സംഘടനയായിട്ടുള്ള ഫിക്കി എന്ന് പറയുന്ന സംഘടന അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ കഴിഞ്ഞ നാഷണൽ കോൺഫറൻസിൽ പറഞ്ഞു, കേരളത്തിലാണ് ഏറ്റവും അധികം സ്റ്റാർട്ടപ്പ് മിഷനുകൾ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണു തുറന്ന് കാണണ്ടേ ഇതെല്ലാം? ഒരു സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ എത്ര പേർക്ക് തൊഴിൽ കിട്ടും? എത്രമാത്രം പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇനിയും ഒരുപാട് പദ്ധതികൾ ഇവിടെ വരാതിരിക്കുന്നു. 60 നാഷണൽ ഹൈവേ 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ കാണുന്നത്. 6 വരി പാത. ഇത് നടപ്പിലാവില്ല, ഇത് തകർന്ന് തരിപ്പണമാകുമെന്ന് തുടക്കം മുതലേ ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചതല്ലേ? ചെയ്യാമായിരുന്നില്ലേ? ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായി നിശ്ചയദാർഢ്യത്തോടുകൂടി സഖാവ് അതിന്റെ മുൻകൈയെടുക്കുമ്പോൾ, ഈ മന്ത്രിസഭ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രാവർത്തികമായി വരുന്നു. ഇപ്പോൾ കാസർഗോഡ് മുതൽ ഏതാണ്ട് വടകര വരെ കംപ്ലീറ്റ് ചെയ്യുക. വടകരയിൽ ഒരുപാട് പണി ഇനിയും ബാക്കിയുണ്ട്. രാമനാട്ടുകര മുതൽ ഏതാണ്ട് പാലപ്പട്ടിയിൽ എത്താൻ ഇപ്പൊ 55 മിനിറ്റ് മതി. പണ്ട് പൊന്നാനിയിൽ നിന്ന് കോഴിക്കോടെത്താൻ 1.5 മണിക്കൂർ വേണം. ഇപ്പൊ ഞാനൊക്കെ എത്തുന്നത് വെറും 50 മിനിറ്റ് ഉണ്ട് കോഴിക്കോട് എത്തുന്നത്. ഇപ്പം ഈ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല, നേരെ നാഷണൽ ഹൈവേ കൂടെ പോയാൽ മതി. ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്നു നമ്മൾ. ഇനി പാലപ്പട്ടി മുതൽ തിരുവനന്തപുരം വരെ ആകുമ്പോഴേക്കും കേരളത്തിന്റെ സഞ്ചാര ദൈർഘ്യം 6 മണിക്കൂറിൽ ഒതുങ്ങും, വടക്ക് മുതൽ തെക്ക് വരെ. എന്തൊരു അത്ഭുതകരമായ വികസനമാണ്! അതിനിടയിൽ ചെറിയ പാളിച്ചകൾ പറ്റും. മനുഷ്യനല്ലേ, പറ്റാതിരിക്കുമോ? ഇപ്പൊ കൂരിയാട് റോഡ് ഇടിഞ്ഞു വീണു. മുഹമ്മദ് റിയാസ് അവിടെ ചെന്ന് പറഞ്ഞു അത് ഇടിച്ചു പൊളിച്ചിടാൻ. മുഖ്യമന്ത്രി പോയി പറഞ്ഞു അത് ഇടിച്ചു പൊളിച്ചിടണമെന്ന്. പറഞ്ഞതല്ലല്ലോ. അതിനേൽപ്പിച്ച കോൺട്രാക്ടർമാർ, അതിനേൽപ്പിച്ച എഞ്ചിനീയർമാർ, അതിനേൽപ്പിച്ച മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ അശ്രദ്ധയുടെ ഫലമായിട്ട് ആ പ്രദേശത്ത് മാത്രം റോഡ് നിർമ്മാണത്തിൽ ജാഗ്രത പുലർത്താതിരുന്നതിൻ്റെ ഫലമായി, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പദ്ധതികളൊക്കെ സമഗ്രമായി പരിശോധിക്കാത്തതിൻ്റെ ഫലമായി അവിടെ ചില താളപ്പഴകളുണ്ടായി. ആ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു പരിക്കും പറ്റിയില്ല. പക്ഷെ അതിനും UDF PWD മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഇനി പറയാൻ വല്ല ബാക്കിയുണ്ട്. എന്തൊരു ബഹളമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇപ്പൊ ദ്രുതഗതിയിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. അവിടെ പോകാത്തവരൊന്നും ഇവിടെ ഈ പ്രദേശത്തും ഉണ്ടാവില്ല, പലരും പോയിട്ടുണ്ടാവും. ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ ചെന്നാൽ ഏതാണ്ട് ലോകം മുഴുവൻ കാണുന്ന സ്ഥിതിവിശേഷം. ദുബായ് ഷേഖിനെ കുറ്റം പറയാൻ പറ്റുമോ? അതൊറ്റ അബദ്ധത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് പൊളിയാതിരിക്കട്ടെ.
എന്താണ് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അപ്പ മുഖ്യമന്ത്രി കുറ്റക്കാരൻ, വേറൊരു മന്ത്രി കുറ്റക്കാരൻ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ എത്ര ധൃതി? ലോകത്തിലെ എത്ര അത്ഭുതാപരമായ നേട്ടങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ശാസ്ത്രത്തിന്റെ വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ ശാസ്ത്രത്തിനും ചില താളഭംഗങ്ങൾ ഉണ്ടാകും. ഇന്നലെ ചേർത്തലയ്ക്കോട് പണിയിടുന്ന ആ മേൽപ്പാലത്തിന്റെ ഒരു കഷ്ണം പൊളിഞ്ഞു വീണൊരു മനുഷ്യൻ മരിച്ചു. നിർഭാഗ്യകരമാണത്. ആ കോൺട്രാക്ടർമാരോട് നിരന്തരം പറഞ്ഞിട്ടാണ്. അത് മുഖ്യമന്ത്രി പോയി വിളിച്ചിട്ടാണോ? ഇന്ന് വേണുഗോപാൽ പറയുന്നുണ്ട്, ACC ജനറൽ സെക്രട്ടറി, ഞാൻ 4 പ്രാവശ്യം കത്ത് എഴുതി, എന്നിട്ടും ഫലമുണ്ടായില്ല. മനുഷ്യൻ നിർമ്മിക്കുന്ന സാധനങ്ങൾക്ക് ചില താളപ്പിഴകൾ പറ്റും. അതിൽ അപകടമുണ്ടായിട്ട് മനുഷ്യന്മാർ മരിക്കുന്നത് നിർഭാഗ്യകരമാണ്, ദുരിതപൂർണമാണ് എന്ന് നമ്മളും പറയും, എല്ലാവരും പറയും. മനുഷ്യജീവൻ അത്ര വിലപ്പെട്ടതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ സഹായത്തോടു കൂടിയുള്ള വികസന പ്രക്രിയകൾ നടത്തുമ്പോൾ അതിൽ ചിലപ്പോൾ അപഭ്രംശങ്ങൾ ഉണ്ടാകാം. അത് ആ രീതിയിൽ മനസ്സിലാക്കാതെ ആ പാലം പൊളിഞ്ഞു പോകണം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കുറ്റ. ഇതെന്തൊരു രാഷ്ട്രീയ വീക്ഷണമാണിത്? ഇതെന്തൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണിത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഈ 66 എന്ന് പറയുന്ന ദേശീയപാതയെ അനുമോദിച്ചിട്ടുണ്ടോ? അഭിനന്ദിച്ചിട്ടുണ്ടോ? നിങ്ങളും അതിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ? ഈ പൊന്നാനി മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്യാത്ത UDF നേതാക്കന്മാരുണ്ടാവോ? എത്ര സുഖകരമായിട്ട് പോകുന്നു. എന്താ അതിനെ അഭിനന്ദിക്കാത്തത്? എന്താ അതിനെ അനുമോദിക്കാത്തത്? രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിനന്ദനമായിരിക്കണം, കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ഇവിടെ ഗ്യാസ് ഗെയിൽ പദ്ധതി നടപ്പിലാക്കി 2.5 കൊല്ലം മുമ്പ് എന്തായിരുന്നു ബഹളം? കുറ്റിപ്പുറത്തും യൂണിവേഴ്സിറ്റിയുടെ അവിടെയൊക്കെ എത്ര സാമുദായിക സംഘടനകൾ വന്ന് തടഞ്ഞു. ഗ്യാസ് ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൈമുതലായിട്ടുള്ള ഈ ഗവൺമെന്റ് ഗ്യാസ് ഗെയിൽ പദ്ധതി നടപ്പിലാക്കി സാക്ഷാത്കരിച്ചു. ഇപ്പോൾ അതിന്റെ വലിയ സബ്സ്റ്റേഷൻ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. 2-3 എറണാകുളത്തുണ്ട്, കൊല്ലത്തുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും ഗ്യാസ് വിതരണം നടപ്പിലാക്കപ്പെടുന്നു. ട്രിവാൻഡ്രത്ത്, എറണാകുളത്ത്, കോഴിക്കോട്, ചെറിയ പട്ടണമായ ബാലുശ്ശേരിയിൽ അടക്കം അങ്ങനെ ചെറിയ പട്ടണങ്ങൾ വേറെയുണ്ട്. വീടുകളിൽ പൈപ്പുകളിലൂടെ ഗ്യാസ് എത്തും. ഇതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളത്? നാളെ അത് ഇവിടെയും വരും, എല്ലായിടത്തും വരും. അങ്ങനെയല്ലേ മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വ ബോധം, മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ, മാനസികാരോഗ്യത്തിന്റെ നിലവാരത്തിനെ ഉയർത്തുക. അതുകൊണ്ടാണ് ആശുപത്രി കെട്ടിടങ്ങളെ മുഴുവൻ പുതുക്കിപ്പണിതും. ഇപ്പൊ പൊന്നാനിയിലുള്ള ആശുപത്രി മാതൃശിശു ആശുപത്രി കെട്ടിടം, അങ്ങനെ തിരൂരും, അങ്ങനെ എല്ലാ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലും പോയി നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വികസിതമായൊരു രീതിയിലാണ് അവ പ്രവർത്തിക്കുന്നത്. എത്ര വിദഗ്ധന്മാരായ ഡോക്ടർമാർ, എത്രയോ 100 കണക്കിന് അമ്മമാരാണ് അവിടെ വന്ന് പ്രസവിക്കുന്നത്. അവരെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കാൻ അവരോടൊപ്പം പോകുന്ന ഒരു കാറ്, അതൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഭക്ഷ്യവിതരണ രംഗത്ത്. നായനാർ സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് VK നായനാർ മുഖ്യമന്ത്രിയും V ചന്ദ്രശേഖരൻ നായർ ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് മാവേലി സ്റ്റോറുകൾ തുടങ്ങിയത് കേരളത്തിൽ. ഇന്ത്യ കണ്ട വലിയ അത്ഭുതകരമായ നേട്ടം. അത്ഭുതത്തോടുകൂടി ഇന്ത്യ നോക്കി നിന്നു. കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് കൂടെ ഭക്ഷ്യധാന്യ വിഭവങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മാവേലി സ്റ്റോറുകൾ കണ്ട് ഡൽഹി വരെയുള്ള സംസ്ഥാനങ്ങൾ കോരിത്തെരിച്ചു. പക്ഷെ അവർക്ക് ഇന്നും അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല. അന്ന് മുതൽ ഇന്നേ വരെ ഈ സിവിൽ സപ്ലൈസ് വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി എല്ലാവർക്കും ഇത്തരത്തിലുള്ള വിഭവങ്ങൾ എത്തിക്കുമ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം 12,000 കോടി രൂപയാണ് പിണറായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ സിവിൽ സപ്ലൈസിനെ നിലനിർത്തുന്നതിന് വേണ്ടി കൊടുത്തത്. അല്ലെങ്കിൽ അത് പൊളിഞ്ഞു വീഴും. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസയും കൊടുക്കുന്നില്ല. ഒരു മേഖലയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ 2016 5000 കോടി രൂപയാണ് സിവിൽ സപ്ലൈസിന് കൊടുത്തതെങ്കിൽ ഇപ്പൊ പിണറായിയുടെ ഗവൺമെന്റ് 12,000 കോടി രൂപയാണ് അതിന് കൊടുക്കുന്നത്. അത് നിലത്ത് വീഴാതിരിക്കാൻ. കാരണം അവരുടെ ഭക്ഷ്യസാധനങ്ങളൊക്കെ വില കൂട്ടുന്നു. ഭക്ഷ്യധാന്യം കേരളത്തിൽ കൊടുത്തേക്കാത്തതിന്റെ പേരിൽ അവിടുത്തെ സ്റ്റോക്ക് മുടങ്ങുന്നു. ജനങ്ങളുടെ മുന്നിൽ പറയണം BJP-ക്കാരന്,
കേരള ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അരി ഞങ്ങൾ തന്ന ഏതരി? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രകടിത ഫലമായി ഗവൺമെന്റ് മുൻകൈയിട്ടിറങ്ങിയിട്ട് ഈ ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും സമൃദ്ധമായിട്ടുള്ള വികസന പ്രക്രിയയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമാധാനം, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഞാനും ശിവദാസും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാഹോദര്യത്തോടു കൂടി കഴിയുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വേണം. ഈ പെൻഷൻ വാങ്ങണമെങ്കിൽ 2000 രൂപ പെൻഷൻ വാങ്ങാൻ, സ്കൂളുകൾ നടക്കാൻ, ആശുപത്രികൾ സമാധാനപരമായിട്ട് നടക്കാൻ, വിദ്യാഭ്യാസം സമാധാനത്തോടു കൂടി നടക്കാൻ, എല്ലാവിധ മേഖലകളിലും റോഡുകളിലടക്കം ക്രമസമാധാനം നിലനിൽക്കാൻ എന്താണ് ആവശ്യം വേണ്ടത്? മതസൗഹാർദ്ദം വേണം, മനുഷ്യ സൗഹാർദ്ദം വേണം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായും അതിൻ്റെ മുൻപേയും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. ആ വർഗീയ കലാപങ്ങൾക്ക് തടയുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ ഇടതുപക്ഷം ചേർത്ത് പിടിക്കുന്നത് മനുഷ്യനെയാണ്, അല്ലാതെ ജാതി മത വിഭാഗത്തിന്റെ അപ്പോസ്തലന്മാരെയല്ല. ആ മതമൗലികവാദ ചിന്തകൾക്കെതിരായി നിന്നുകൊണ്ട് മനുഷ്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയുന്നത് കൊണ്ടും അത് പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കുന്നതും കൊണ്ടുമാണ് കേരളത്തിന്റെ സമൂഹം സമാധാനത്തിലും മതേതരത്വത്തിലും നിലനിൽക്കുന്നത്. എന്തെല്ലാം കത്തിക്കാൻ നോക്കുന്നു പല മതസംഘടനകളും ഇവിടെ. ആ കത്തൽ ഒരു തീജ്വാല, ഒരു ചെറിയ ജ്വാല പടർന്ന് പന്തലിച്ചാൽ അത് വലിയ ജ്വാലയായിട്ട് പടർന്ന് പന്തലിക്കുകയില്ലേ? ഈ വർഗീയതയുടെ ജ്വാല പടർന്ന് പന്തലിക്കാതിരിക്കാനുള്ള ഏക വലിയ ശക്തി അതിനെ പ്രതിരോധിക്കുന്ന ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിന്റെ കേളീരംഗമായ കേരളത്തിൽ പലതരത്തിലുള്ള വിക്രിയകളിലൂടെ, കുലുഷിത മാർഗങ്ങളിലൂടെ ഈ മത വർഗീയ സാമുദായിക ശക്തികൾ ഇറങ്ങി വരുമ്പോൾ അതിനെ തടയിടുന്നത് അതുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റമുണ്ടാക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതും അത് മുന്നോട്ട് നടത്തുന്നതും. അങ്ങനെ മതേതരത്വവും സഹിഷ്ണുതയും സാഹോദര്യവും ഒക്കെ ചേർത്ത് പിടിച്ചത് ഓരോ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും ജനങ്ങളുടെ ഇടയിലേക്ക് മാനവിക സൗഹാർദ്ദത്തിന്റെ ഉദാത്തമായ രാഷ്ട്രീയ ബോധത്തിന്റെ അനർഗളമായ പ്രവാഹങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് കൊണ്ട് മനുഷ്യൻ സമാധാനത്തോടുകൂടി കഴിയുന്നു. ഇവിടെ പള്ളി പൊളിയുന്നില്ല, ക്രൈസ്തവ പള്ളി പൊളിയില്ല, മുസ്ലിം പള്ളി പൊളിയില്ല, ഹൈന്ദവ ദേവാലയങ്ങൾ പൊളിയില്ല. കഴിഞ്ഞ ജനുവരി മുതൽ ജൂലൈ വരെയുള്ള റൈറ്റ് ഓഫ് ഇൻഫർമേഷന്റെ നോട്ടീസ് പ്രകാരം സെൻട്രൽ മിനിസ്ട്രി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ സംഭവം നടന്നപ്പോൾ സന്തോഷ് കുമാർ MP-ക്കും ജോൺ ബ്രിട്ടാസ് MP-ക്കും കൊടുത്ത ലിസ്റ്റിന് പ്രകാരം അവർ പറയുന്നത് 6 മാസത്തിനുള്ളിൽ 225 ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടു, 300 ചില്ലാനം മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടു. ഇതാണ് ഇന്ത്യ. ആ ഇന്ത്യയല്ല കേരളം. കേരളം മാറാനുള്ള കാരണം ഈ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളുടെ സ്രോതസ്സുകളായിരുന്നു. അതാണ് ഇവിടെ നിലനിർത്തണമെന്ന് പറയുന്നത്. അനീതിക്കും അധർമ്മത്തിനും അത് അനീതിയും അധർമ്മവും കൂട്ടുപിടിക്കുന്ന ഏത് വലിയ ആളെയും ജയിലിലടയ്ക്കും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ ക്രമസമാധാന ചുമതലയുള്ള നമ്മളതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മനുഷ്യന്റെ സാഹോദര്യവും മനുഷ്യന്റെ സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ സൗഹാർദ്ദത്തിലൂടെയും സാഹോദര്യത്തിലൂടെയുമാണ് പഞ്ചായത്തി രാജിലെ ഭരണം ഏറ്റവും സുന്ദരമാക്കുക. നിങ്ങളുടെ ജലസേചന സൗകര്യം, കൃഷിയിടങ്ങളിലെ വികാസനം, കുടിൽ വ്യവസായങ്ങൾ, അങ്ങനെ പലതും പഞ്ചായത്തുകളിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ മനുഷ്യന്മാർ സൗഹാർദ്ദപ്പെടണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ള ഭക്ഷ്യവിതരണമായാലും അങ്ങനെയുള്ള പല പദ്ധതികളും, മരുന്ന് വിതരണമായാലും മനുഷ്യനെ സ്നേഹിക്കുമ്പോഴേ നടക്കുള്ളൂ. ഉത്തരേന്ത്യയിൽ ഹിന്ദു ഡോക്ടർ മുസ്ലിമിനെ ചികിത്സിക്കുകയില്ല, മുസ്ലിം ഡോക്ടർ ഹിന്ദുവിനെ ചികിത്സിക്കുകയില്ല. അങ്ങനെയുള്ളൊരു രാജ്യമായി കേരളം മാറാത്തതിന്റെ കാരണം ഈ ഇടതുപക്ഷ ബോധത്തിന്റെ പ്രകടമായിട്ടുള്ള സർഗപ്രക്രിയയുടെ ഫലമായിട്ടാണ്. ഈ രാഷ്ട്രീയമാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കാണിക്കുന്നതും കേരളത്തിനെ മാറ്റി നിർത്തുന്ന ഒരു സംസ്ഥാനമായിട്ട്
അത് വേർതിരിച്ച് നിർത്തുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അടക്കം. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ അഖിലേന്ത്യാ പേര് നീതി ആയോഗ് ആണെങ്കിൽ ആ നീതി ആയോഗ് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരത്തിനെ കവർന്നെടുത്തുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിന് അറുങ്കൊല ചെയ്തുകൊണ്ട് ഭരിക്കുന്ന മോഡി സർക്കാർ സാമ്പത്തികമായിട്ട് കേരളത്തിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കേരള ഗവൺമെന്റിനെ നിലനിർത്തുന്നതാരാ? ഈ ഇരിക്കുന്ന മനുഷ്യരെ പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യരാണ്. അവരുടെ നിശ്ചയദാർഢ്യം, അവരുടെ പിന്തുണ, അതിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. മിനിഞ്ഞാന്ന് പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം 2,67,000 കോടി രൂപയുടെ നികുതി വരുമാനം സ്വായത്തമാക്കി ഈ സ്റ്റേറ്റിൽ നിന്നുണ്ടാക്കിയ ഗവൺമെന്റാണ്. 2,65,000 കോടി രൂപയാണ് നികുതിയായി പിരിച്ചെടുത്തത്. അപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലം കേരളത്തിന് തരാനുള്ള പൈസ 57,000 കോടി രൂപ. അതിലൊരു പൈസയും തന്നിട്ടില്ല. ആ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് 2021-22 കാലഘട്ടത്തിൽ 1,62,000 കോടിയായിരുന്നു കേരളം പിരിച്ചെടുത്ത നികുതി വരുമാനത്തിന്റെ പൈസയെങ്കിൽ ഈ 4 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ അത് 2,67,000 കോടിയായി എന്നുള്ളത് കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ, കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ്. അതിൽ നിന്നാണ് കേരളം ജനങ്ങളെ സേവിക്കുന്നത്. അതിലൂടെയാണ് കേരളം ജനങ്ങൾക്ക് പരോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന്റെയോ കേരളത്തിൽ 57,000 കോടി രൂപ കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കേന്ദ്രത്തിന്റെ കമ്മി എത്രയാണെന്ന് സുഹൃത്തുക്കൾക്കറിയാമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ 4 വർഷത്തിന്റെ കമ്മി, ബഡ്ജറ്റ് കമ്മി ഏതാണ്ട് 8 മുതൽ 12 ലക്ഷം കോടി രൂപ വരെ. പക്ഷെ അവരുടെ കയ്യിൽ റിസർവ് ബാങ്കും മറ്റുള്ള മോണിറ്ററി സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാവുന്ന ഒരു ഏകാധിപതിയുടെ കീഴിലാണ് രാഷ്ട്രം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എവിടെയും പണം പമ്പ് ചെയ്യാൻ പറ്റും. സൂക്ഷ്മമായി സാമ്പത്തിക ശാസ്ത്രത്തിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ ചെയ്ത ഏറ്റവും ക്രൂരമായ കൃത്യമാണ് നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനത്തിന്റെ ഒരു വിധത്തിലുള്ള ഗുണപരമായ ഫലവും ഇന്നും നേടാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് സകലവിധ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഇപ്പോഴും പറയുന്നു. ചില തൽപര കക്ഷികളുടെ സ്വത്തുക്കളും കുന്നുകൂട്ടിയുള്ള ധനവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഹിറ്റ്ലറെ പോലെ ഒരു ഫാസിസ്റ്റായ പ്രധാനമന്ത്രി ഒരു ദിവസം രാത്രി പ്രഖ്യാപിക്കുകയാണ് നോട്ട് നിരോധിച്ചു എന്നുള്ളത്. ഇന്ത്യൻ ജനതയോടുകൂടി കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഫാസിസ്റ്റ് ക്രൂര നയമാണെന്ന് അത് അമർത്യ സെൻ അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കുകയില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും അവർ സഹായം നൽകുകയില്ല. അതിലേറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിനെയാണ്. പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ ദേഷ്യം കൊണ്ടോ അസഹിഷ്ണുത കൊണ്ടോ ഒന്നുമല്ലാതെ മറിച്ച് RSS എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിനെ ഏറ്റവും അധികം അസംനിഗ്ധമായി എതിർക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണെന്ന് RSSന്റെ തലതൊട്ടപ്പനായ ഗോൾവാൾക്കർ 1935 എഴുതി വെച്ചു. വിചാരധാരയിൽ കമ്മ്യൂണിസത്തിനെ പരാജയപ്പെടുത്തണമെന്ന്. ആ ലക്ഷ്യമാണ് ഇന്നും RSS നിയന്ത്രിക്കുന്ന ഈ BJPയുടെ മനസ്സിലുള്ളത്, ആ പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിനെ നിലംപരിശാക്കാൻ ഇവിടുത്തെ BJP അധ്യക്ഷനും കേന്ദ്ര ഗവൺമെന്റും ഗവർണറും എല്ലാം കൂടി ഒത്താശ ചെയ്തുകൊണ്ട് ഫെഡറൽ തത്വങ്ങളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ഈ കേന്ദ്രത്തിലെ ലെഫ്റ്റ് പൊളിറ്റിക്സ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഈ ക്രൂരമായിട്ടുള്ള നടപടികൾ, ഫാസിസ്റ്റ് നടപടികൾ കൈക്കൊള്ളുമ്പോൾ മനുഷ്യന്റെ ശക്തിയെ സമാഹരിച്ചുകൊണ്ട്, സമത്വബോധത്തിൽ അടിയുറച്ചുകൊണ്ട്, സാഹോദര്യത്തിലും സഹിഷ്ണുതയിലും സ്നേഹത്തിലും അടിയുറച്ചുകൊണ്ട് ആ സിദ്ധാന്തങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനെ പുളുകിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഈ വിശാലമായ രാഷ്ട്രീയമാണ്, സങ്കുചിത രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിലൂടെ നമ്മളുടെ സമ്മതിദാനാവകാശത്തിലൂടെ ജനങ്ങൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ കടുത്ത ഇടതുപക്ഷ സ്നേഹത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, പരിണാമങ്ങളുടെ, സാമൂഹിക വിപ്ലവത്തിന്റെ പോരാളികളായി മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ച വിജയം സുനിശ്ചിതം. അതാകട്ടെ നമ്മുടെ കടമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ലാൽ സലാം.